ഹായ് ലെൻ ഫോർ പീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കണ്ണൂർ അതുപോലെ കൊല്ലം എന്നീ ജില്ലകൾക്ക് വേണ്ടിയിട്ട് LDCയുടെ രണ്ടാം ഘട്ട പരീക്ഷ നടത്തിയിരുന്നു. അപ്പോൾ അതിന്റെ ഫൈനൽ ആൻസർ കീ ഈയിടയ്ക്കാണ് പ്രസിദ്ധീകരിച്ചത്. അതിൽ 9ഓളം ചോദ്യങ്ങൾ എന്ത് ചെയ്തു, 9 ചോദ്യങ്ങൾ അവർ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ഒരു ക്വസ്റ്റിന്റെ ആൻസറിൽ എന്ത് ചെയ്തു, ഒരു മാറ്റം വരുത്തി. അപ്പോൾ പരീക്ഷ കഴിഞ്ഞ സമയത്താണ് ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ കട്ട് ഓഫിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇത്തവണ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം പരീക്ഷ വളരെ പ്രയാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൻസർ കീയിൽ ഒരുപാട് ചലഞ്ചസ് എന്ത് ചെയ്യും ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കും എന്ന് തോന്നിയത് കൊണ്ടാണ് എന്ത് ചെയ്തത് ഇത്രയും വൈകാനുള്ള ഒരു കാരണം. നമ്മൾ ട്രിവാൻഡ്രം LDC തന്നെ 5 ചോദ്യങ്ങൾ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു അല്ലേ. അപ്പൊ അങ്ങനെ ആ ഒരു നിലയിൽ വെച്ച് നോക്കുമ്പോൾ കൊല്ലം കണ്ണൂർ ജില്ലയിലേക്ക് അതിൽ കൂടുതൽ ഡിലീഷൻ വന്നേക്കാം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത്രയും ഒരു വൈകിയത്. അപ്പോൾ ഇതിന് മുമ്പ് 2 ദിവസം മുമ്പ് വീഡിയോ ചെയ്തായിരുന്നു, പക്ഷേ അതിൽ ചെറിയ പ്രശ്നം കാരണം എന്ത് ചെയ്തു, അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പിന്നെയും 2 ദിവസം വൈകിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ പരീക്ഷ അറിയാലോ, നിങ്ങളിപ്പോൾ തന്നെ ഇതിനകത്ത് തന്നെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. പരീക്ഷ വളരെയധികം പ്രയാസമായിരുന്നു. അത്യാവശ്യം വീട്ടിലൊക്കെ ഇരുന്ന് എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ കണക്കിന് പരീക്ഷ, അതായത് എക്സാം ഹാളിൽ പോയിരുന്ന് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. പല ഉദ്യോഗാർത്ഥികളും എക്സാം ഹാളിൽ നിന്ന് വളരെ വിഷമത്തോടെ എന്ത് ചെയ്തു, പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് വരേണ്ട അല്ലെങ്കിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി പലരും. ഓക്കെ, അപ്പോൾ അത്രയും അത്രയും പ്രയാസമുള്ള ഒരു പരീക്ഷ. ഇപ്പൊ നടന്ന ഒരു 4 ഘട്ട പരീക്ഷകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 4 ഘട്ടങ്ങളിലും പ്രയാസമുള്ള പരീക്ഷയായിരുന്നു കണ്ണൂര്, കൊല്ലം എന്നീ ജില്ലകൾക്ക് വേണ്ടിയിട്ട് നടന്നത്. ഇതിൽ അല്പമെങ്കിലും ഒരു ആശ്വാസം എന്ന് പറയുന്നത് മലയാള ഭാഗത്തു നിന്നാണ്. അപ്പൊ മലയാളത്തിന് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. മിക്കവാറും പലരും 10ൽ 10 മാർക്ക് സ്കോർ ചെയ്ത ആൾക്കാരുണ്ട്, 9 മാർക്ക് കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പൊ അത്യാവശ്യം ഒരു 8-9 മാർക്കൊക്കെ എന്ത് ചെയ്യും, അത്യാവശ്യം പഠിച്ചുകൊണ്ട് പോയ ഉദ്യോഗാർത്ഥികൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ഈ മലയാള ഭാഗത്തുനിന്ന് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ബാക്കിയുള്ള ഏരിയാസ് പൊതുവെ എന്തായിരുന്നു, പ്രയാസമായിരുന്നു. ഇപ്പൊ മാത്സ്, ഇംഗ്ലീഷ് ആയിരുന്നാലും ബാക്കി നമ്മുടെ GK ഭാഗത്ത് ചോദ്യങ്ങളൊക്കെ ആയിരുന്നാലും ഒരുപാട് ഭയങ്കരമായിട്ട് പ്രയാസമായിരുന്നു. അപ്പൊ നമ്മുടെ GK ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും മറ്റൊക്കെ അങ്ങനെ അതായത് പ്രസ്ഥാന രീതിയിലുള്ള പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ വായിച്ചു നോക്കുമ്പം അതായത് ചിലപ്പോൾ എന്ത് ചെയ്യും, 4 ഓപ്ഷൻ ശരിയെന്ന് തോന്നും. ആ കണക്കിനുള്ള ഓപ്ഷനൊക്കെ ആയിരുന്നു. അതായത് ഉദ്യോഗാർത്ഥികളെ കൊണ്ട് നെഗറ്റീവ് അടുപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു പലതും എന്ന് തോന്നി നോക്കിയപ്പോൾ. ഓക്കെ, അതായത് എന്ത് ചെയ്യുക, മാക്സിമം അവരെ കൊണ്ട് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യിപ്പിക്കുക, അതിലൂടെ എന്ത് ചെയ്യുക, നെഗറ്റീവ് വരുത്തിപ്പിക്കുക. ഓക്കെ, ആ ഒരു ട്രിക്കാണ് PSC പ്രയോഗിച്ചതെന്ന് തോന്നുന്നു. അപ്പൊ അത്തരത്തില് ഉള്ള ചോദ്യങ്ങളായിരുന്നു പല ചോദ്യങ്ങൾ. അതായത് പലതിലും എന്ത് ചെയ്യും, ശരിയായ പ്രശ്നം ഏതെന്ന് ചോദിക്കുമ്പോൾ പലതും ശരിയാണ്, അത് തന്നിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ, പലതും ശരിയാണെന്ന് എന്ത് ചെയ്യും, നമ്മളെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളായിരുന്നു തന്നിരുന്നത് കൂടുതൽ. ഓക്കെ, ബാക്കി നടന്ന പരീക്ഷകൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ എന്താ പറയാ, ഈ മാത്സിന്റെ ഭാഗത്ത് നിന്ന് കൂടുതലും മാത്സിന്റെ ഭാഗത്ത് ജോമെട്രി SCRT പാഠഭാഗത്തു നിന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു, ജോമെട്രി എന്നുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ മാത്സിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു 6 മാർക്ക് പ്രതീക്ഷിച്ചാൽ മതി, ഒരു 6 to 7 മാർക്ക് കരുതിയാൽ മതി, പ്രതീക്ഷിച്ചാൽ മതി. അതുപോലെ ഇംഗ്ലീഷിന്റെ ഭാഗത്ത് നിന്ന് ഒരു 6 to 7 മാർക്ക്, ഒരു 6 അല്ലെങ്കിൽ 7 മാർക്ക്, ഒരു 7 മാർക്ക് പ്രതീക്ഷിച്ചാൽ മതി. എന്നാൽ മലയാള ഭാഗത്തു നിന്ന് അറിയാം അത്യാവശ്യം മാർക്ക് 10ൽ 10 സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. 10ൽ 10 മാർക്കും സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. ഓക്കെ, ഞാനിപ്പോ ഒരു 8 മാർക്ക് ഇടാൻ ശരാശരി. ഓക്കെ, 8 കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു ആവറേജ് 20, ഇതിപ്പോ തന്നെ 20 മാർക്കായി. എങ്ങനെയാലും അത്യാവശ്യം പഠിച്ചുകൊണ്ട് പോയ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു 20-21 മാർക്കോളം, ഞാൻ ഇപ്പൊ 21 ഇടാണ്. ഓക്കെ, ഒരു ആവറേജ് 21 മാർക്കോളം എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു 30 മാർക്കിന്റെ ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവണം. കാരണം മലയാളത്തിന്റെ സ്കോർ വരുന്നുണ്ട് കേട്ടല്ലോ. ഒരു 21 മാർക്ക് അല്ലെങ്കിൽ 20-21 മാർക്കോളം എന്ത് ചെയ്തു, ഈ ഒരു 30 മാർക്കിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവണം. 30ൽ ഒരു 21 അല്ലെങ്കിൽ 20 മാർക്ക് അതിൽ കൂടുതൽ സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ കാണും. അത് മാത്സ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്യും, മാത്സ് അത്യാവശ്യം സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്യും, ഒരു 10-25 മാർക്ക് എന്ത് ചെയ്യും, സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും മലയാളം കൂടെ കിട്ടുമ്പോൾ കേട്ടല്ലോ. ഓക്കെ, പിന്നെ ഉള്ള GK 70 മാർക്കിൽ
പൊതുവെ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉള്ള ചോദ്യങ്ങൾ 20 ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു 15 താഴെയുള്ളൂ, ഒരു 13 ആ ഒരു റേഞ്ചിലൊക്കെ ചോദ്യങ്ങളെ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നുള്ളൂ. 15 മാർക്കിന്, അതായത് ആ സിലബസിൽ പറഞ്ഞ പോലുള്ള അത്രയും ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 15 താഴെയുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്തുള്ളൂ, നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തുനിന്ന് ചോദിച്ചോളൂ. പിന്നെ എന്താ, പലപ്പോഴും ഈ ഒരു എന്താ സാധാരണ പ്രസ്ഥാന രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ, ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നാലും മറ്റ് ഇമ്പോർട്ടന്റ് ആക്ടുകളായിരുന്നാലും അവിടെ എന്ത് ചെയ്യാം, നമുക്ക് പ്രസ്ഥാന രീതിയിൽ കൂടുതലും എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ കൂടുതലും ആൻസറിലോട് എത്താറുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു പരീക്ഷയിൽ അങ്ങനെ എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചും നമുക്ക് എന്താ പറയാ ഇതിലോട്ട് എത്താനുള്ള ഒരു എന്താ അതായത് ആൻസറിലേക്ക് എത്താനായിട്ട് എന്ത് പ്രയാസമായിരുന്നു. അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് തോന്നി. ഓക്കെ, പിന്നെ എന്താ ഇപ്പൊ ഫൈനൽ ആൻസർ കീ വന്നപ്പോ നമുക്കറിയാം ഏകദേശം കറക്റ്റ് 9 ചോദ്യങ്ങൾ എന്ത് ചെയ്തു, അവർ ഡിലീറ്റ് ചെയ്തു. 9 ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു. പിന്നെ ഒരു ക്വസ്റ്റിന്റെ ആൻസറിൽ എന്ത് ചെയ്തു, ചേഞ്ചസ് വരുത്തി. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 56 മേലെ കട്ട് ഓഫ് നിൽക്കാനായിരുന്നു സാധ്യതയായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു ഡിലീഷൻ എന്താ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മാർക്ക് പഠിച്ച് മാർക്ക് സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ, ഒരു 65 മാർക്കൊക്കെ 65 അല്ലെങ്കിൽ 60-നും 65-നും ഇടയിൽ മാർക്ക് സ്കോർ ചെയ്ത പല ഉദ്യോഗാർത്ഥികൾക്കും മാർക്ക് എന്ത് ചെയ്തു, വളരെയധികം കുറഞ്ഞു. അല്ലെ, നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് ഒരു 60-ന് മേലേക്ക് മാർക്ക് സ്കോർ ചെയ്ത പല ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്തു, മാർക്ക് കുറഞ്ഞ് ഒരു 58, 57 ആ റേഞ്ചിലോട്ടൊക്കെ എന്ത് ചെയ്തു പോയിട്ടുണ്ട്. ചിലർക്ക് 8 മാർക്ക് കുറഞ്ഞ 8 അല്ലെങ്കിൽ 7 മാർക്ക് കുറഞ്ഞ ആൾക്കാരുണ്ട്, 6 മാർക്ക് കുറഞ്ഞവരുണ്ട്. ഓക്കെ, അങ്ങനെ പല ഉദ്യോഗാർത്ഥികളുണ്ട്. പിന്നെ ഒരെണ്ണം ആൻസർ ചേഞ്ച് ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവിടെയും 1.33 അത് ശരിയായിട്ട് കൂട്ടി വെച്ചവർക്ക് 1.33 മാർക്ക് എന്ത് ചെയ്യും, കുറയും. അല്ലയോ? ഓക്കെ, 1.33 മാർക്ക് എന്ത് ചെയ്യും, ഇവിടെ കുറയും. അതുപോലെ തന്നെ അത് തെറ്റായിട്ട് കൂട്ടി വെച്ച ആൾക്കാർക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് മാർക്ക് എന്ത് ചെയ്യും, കൂടുകയും ചെയ്യും. അങ്ങനെ മാർക്ക് കൂടുതലുള്ള ഉദ്യോഗാർത്ഥികൾ ഒരുപാട് മാർക്ക് താഴോട്ട് വരികയും, എന്നാൽ മാർക്ക് വളരെ കുറവുള്ള ഉദ്യോഗാർത്ഥികളിൽ പലരും എന്ത് ചെയ്തു, അവര് മാർക്ക് നില മെച്ചപ്പെടുത്തി കുറച്ചെന്ത് ചെയ്തു, മേലോട്ടും കയറി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ആൻസർ കീയിൽ ഈ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഈ ഒരു ഡിലീഷൻ കാരണം പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കും പലരും അല്ലെങ്കിൽ മാർക്ക് നേരത്തെ കൂട്ടി വെച്ചിരുന്ന പല ഉദ്യോഗാർത്ഥികൾക്കും മാർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് PSC പുതിയ കാര്യമൊന്നുമില്ല. കാരണം എന്താ, ഇതിനു മുമ്പ് ഒരു ഡിഗ്രി പ്രിലിംസിന്റെ ഒരു പരീക്ഷയ്ക്ക് 16 ചോദ്യങ്ങൾ വരെ എന്ത് ചെയ്തു, PSC ഇതുപോലെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 16 ചോദ്യങ്ങൾ, അത്രത്തോളം എത്തിയില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോ PSCക്ക് ഇത് അത്ര പുതുമയുള്ള കാര്യമൊന്നുമില്ല ആണല്ലോ. ഓക്കെ, അപ്പോ ഇനിയുള്ള പരീക്ഷകൾക്ക് ചിലപ്പോൾ ഡിലീഷൻസ് ഒരുപാട് എന്ത് ചെയ്യും, വരാൻ സാധ്യതയുണ്ട് കേട്ടല്ലോ. ഓക്കെ, അപ്പോ ഇത്തരത്തില് എന്താ പറയാ ഓക്കെ, അപ്പൊ അതായത് ഇത്തരത്തില് അത്യാവശ്യം എന്താ പരീക്ഷ ചോദ്യങ്ങൾ കൊണ്ട് അതായത് ഉദ്യോഗാർത്ഥികൾ വലച്ചു. ഇപ്പൊ ആൻസർ കേന്ദ്രമായിട്ട് എന്താ വീണ്ടും ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, കുറച്ചുകൂടെ എന്ത് ചെയ്തു, വിഷമത്തിലാക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഈ ഒരു പരീക്ഷയിൽ ഇനി എനിക്ക് വരാൻ സാധ്യതയുള്ള ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് എന്താ പറയാ അതായത് ആദ്യം പ്രതീക്ഷിച്ചത് 56 മാർക്കോളായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ എന്താ കട്ട് ഓഫ് അറിയാലോ, 55.33 ആയിരുന്നു കേട്ടോ. 55.33 ആയിരുന്നു നമ്മുടെ കണ്ണൂർ ജില്ലയിൽ കേട്ടല്ലോ. കണ്ണൂർ ജില്ലയിൽ 55.33 ആയിരുന്നു. തൃശ്ശൂർ ജില്ലയിലും 55.33 തന്നെയായിരുന്നു. അതായത് കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ നടത്തിയത് ഒറ്റഘട്ട പരീക്ഷയായിരുന്നു. അതായത് കേരളം മൊത്തം ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് പരീക്ഷ നടത്തിയത്. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നപ്പോ ഈ 14 ജില്ലകളിൽ ഏറ്റവും അധികം കട്ട് ഓഫ് വന്ന ജില്ല കണ്ണൂരാണ്. കണ്ണൂരും തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നത്. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം ഉൾപ്പെടുത്തിയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 960 ആണ്. 960 ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുത്തിയപ്പോൾ 55.33 ആയിരുന്നു കട്ട് ഓഫ്. ഓക്കെ, എന്നാൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ 1441 പേരാണ് ഉൾപ്പെടുത്തിയത്. ഓക്കെ, അവിടെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 52 ആയിരുന്നു. 52.67 ആയിരുന്നു. പക്ഷെ അവിടെ ഉൾപ്പെടുത്തിയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 1400-ന് മേലെയാണ്. 1400-ന് മേലെ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുത്തിയപ്പോൾ 52.67-ഉം 960 വരെ ഉൾപ്പെടുത്തിയപ്പോൾ 55.33 ആണ്. ഓക്കെ, അതുപോലെ കൊല്ലം ജില്ലയില് നമ്മുടെ കണ്ണൂരിൽ നിന്ന് ഇപ്പൊ ചെറിയ വ്യത്യാസമുള്ളൂ. 54.67 ആയിരുന്നു. അവിടെ 809 വരെ ഉൾപ്പെടുത്തി കേട്ടല്ലോ.
54.67 വ്യത്യാസം, ഒരു 0.67 സംതിങ്ങിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തവണയും കണ്ണൂർ കൊല്ലം ജില്ലകൾക്ക് കട്ട് ഓഫ് മാർക്കിൽ വലിയ വ്യത്യാസം വരില്ല, 1 മാർക്കിന്റെ വ്യത്യാസം ഒക്കെ വരത്തുള്ളൂ കേട്ടല്ലോ. ഓക്കെ, അപ്പോ ഞാൻ പറയാൻ കാരണം നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ ഇത്രയും ഉദ്യോഗാർത്ഥികൾ കൂടുതൽ ഉൾപ്പെടുത്തിയപ്പോൾ അത്ര 52.67 ആയി, കണ്ണൂർ ജില്ലയിൽ 55.33 ആയി. പക്ഷെ അവിടെ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ എന്തായിരുന്നു രണ്ടിടത്തും, അത് എല്ലായിടത്തും എന്തായിരുന്നു, സെയിം ആയിരുന്നു. ഓക്കെ, എന്നാൽ ഇത്തവണ നമ്മൾ തിരുവനന്തപുരം LDCയിൽ പരീക്ഷ അല്പം എന്തായിരുന്നു, എളുപ്പമായിരുന്നു. അപ്പൊ കട്ട് ഓഫ് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ കൂടും. ഓക്കെ, പറയാൻ വേണ്ടിയിട്ടോ, കട്ട് ഓഫ് കുറച്ചുകൂടെ കൂടും. എന്നാൽ കണ്ണൂര് കൊല്ലം ജില്ലയിലേക്ക് പരീക്ഷ അല്പം പ്രയാസമായിരുന്നു. പക്ഷേ ഉൾപ്പെടുത്തുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറവായതുകൊണ്ട് കട്ട് ഓഫ് തീരെ കുറയാനുള്ള സാധ്യതയില്ല. പക്ഷേ ഈ 9 ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, കട്ട് ഓഫ് എന്ത് ചെയ്യും, അല്പം കൂടെ എന്ത് ചെയ്യും, തിരുവനന്തപുരം LDCയുടെ അത്ര നിന്നില്ലെങ്കിലും ഒരല്പം എന്ത് ചെയ്യും, കണ്ണൂര് കൊല്ലം ജില്ലകൾക്ക് എന്ത് ചെയ്യും, കട്ട് ഓഫ് താഴ്ന്നു നിൽക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഓക്കെ, പറയാൻ വേണ്ടിയോ, കാരണം ഈ 9 ഡിലീഷൻ വന്നതുകൊണ്ടാണ് കട്ട് ഓഫ് ഇത്ര അല്പം ഒന്ന് താഴ്ന്നിരിക്കാനുള്ള സാധ്യത. അല്ലെങ്കിൽ ഏകദേശം തിരുവനന്തപുരം കണ്ണൂർ കൊല്ലമൊക്കെ ഏകദേശം ഒരേ കട്ട് ഓഫ് അല്ലെങ്കിൽ ഒരേ റേഞ്ചിൽ ഒരു മാർക്കിന്റെ 2 മാർക്കിന്റെ വ്യത്യാസത്തിലൊക്കെ നിൽക്കാനാണ് സാധ്യത ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 9 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, കട്ട് ഓഫ് ഉറപ്പായിട്ടും ഒരല്പോട്ട് എന്ത് ചെയ്യും, താഴ്ന്നൊക്കെ എന്ത് ചെയ്യും, നിൽക്കാനാണ് സാധ്യത. ഓക്കെ, ഇനി ഇപ്പോൾ നിലവിൽ ഉള്ള നിയമന നിലയോടൊന്ന് വെച്ച് നോക്കാം. കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ ഏകദേശം എത്ര 624 കേട്ടോ, 624 നിയമനം, 624 നിയമന ശുപാർശയാണ് ഇതുവരെ നടത്തിയത്. കൊല്ലം ജില്ലയിലാണെങ്കിൽ 549. ഓക്കെ, അപ്പൊ 624 549 എന്ത് ചെയ്തത്, ഇപ്പോൾ നിലവില് നിയമന ശുപാർശ നൽകിയത്. അപ്പൊ ഇനി 1 വർഷം കൂടെ ബാക്കിയുണ്ട് ആണല്ലോ. അപ്പൊ ഈ 1 വർഷം കൊണ്ട് എന്താ ഒരു 100-150 വേക്കൻസികൾ 2 ജില്ലയിലും വന്നാലും അപ്പൊ എത്ര ഒരു നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഒരു 800 റേഞ്ചിലൊക്കെ എന്ത് ചെയ്യാം, നിയമനം പ്രതീക്ഷിക്കുക കേട്ടല്ലോ. കണ്ണൂർ ജില്ലയിൽ 800 റേഞ്ചിലൊക്കെ എന്ത് ചെയ്യും, 800 850 മാക്സിമം കേട്ടോ, അത്രയ്ക്ക് പ്രതീക്ഷ മതിയെന്ന് തോന്നുന്നു. 800-850 നിയമനങ്ങൾ എന്ത് ചെയ്യും, നടക്കാനുള്ളൊരു സാധ്യത കാണുന്നത്. കാരണം അവസാന വർഷമാകുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും മിക്കവാറും എന്താ അത്യാവശ്യം നല്ല രീതിയിൽ നിയമനം നടക്കാറുണ്ട്. അടുത്ത മെയിൽ നമ്മളെന്താ മിക്ക ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യും, റിട്ടയർ ആവും ഇല്ലേ, മെയ് മാസത്തിനുള്ളിൽ ഈ ഒരു റിട്ടയർമെന്റ് വേക്കൻസി സ്കൂളിൽ വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും, കുറച്ചുകൂടെ എന്ത് ചെയ്യും, വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യും. പിന്നെ ഇലക്ഷന്റെ ആ ഒരു കാരണങ്ങൾ കൊണ്ടുവന്ന് എന്ത് ചെയ്യും, ചിലപ്പോൾ കുറച്ചധികം വേക്കൻസികൾ എന്ത് ചെയ്യും, റിപ്പോർട്ട് ചെയ്തേക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു 800-850 വേക്കൻസി എന്ത് ചെയ്യും, വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷത്തെ അല്ലെങ്കിൽ അടുത്ത 2025 ഓഗസ്റ്റ് മാസം 1-ാം തീയതി 2025 ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്താനുള്ള ആൾക്കാരുടെ എണ്ണം അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുമ്പോൾ ഏകദേശം 900 പേരൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. 900 പേരൊക്കെ എന്ത് ചെയ്യാം, റാങ്ക് ലിസ്റ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ കണ്ണൂർ കൊല്ലം ജില്ലയിലാണെങ്കിൽ ഇപ്പൊ നിലവിൽ 550 വേക്കൻസികളുണ്ട്, 550 നിയമനം നടന്നു. അപ്പൊ ഇനി ഒരു എന്താ ഇനി അടുത്ത ബാക്കി 1 വർഷം കൊണ്ട് ഒരു 700-750 അതിനകത്തൊക്കെ എന്ത് ചെയ്യും, ഒരു ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ എന്ത് ഒരു നിയമന ശുപാർശകൾ അയക്കാനുള്ള സാധ്യത ഉണ്ട്. 700-750 എന്താ മാക്സിമം 800 പോകാനുള്ള സാധ്യത ഇല്ല കേട്ടല്ലോ. ഒരു 700-750 മാക്സിമം കേട്ടല്ലോ, അത്രയും പോകാനുള്ള ഒരു ഇതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിൽ ഒരു 800 റേഞ്ചിലൊക്കെ എന്ത് ചെയ്യാം, കൊല്ലം ജില്ലയിൽ ഓക്കെ 800-ന് താഴെ നിൽക്കാനുള്ള സാധ്യത ഉള്ളൂ കേട്ടല്ലോ. ഒരു 750 ഒരു 800 750 ഒരു 800 റേഞ്ചിലൊക്കെ ഉള്ള ഒരു റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് കൊല്ലം ജില്ലയിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ നമുക്ക് കട്ട് ഓഫിലോട്ട് കടക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ എന്താ നമ്മൾ ഈ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് കൊല്ലം കണ്ണൂർ 2 ജില്ലയിലും ഒരു നേരിയ വ്യത്യാസം വരത്തുള്ളൂ കേട്ടല്ലോ. അപ്പൊ ഈ 2 ജില്ലയിലും ഏകദേശം ഞാൻ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ഒരു 50 മാർക്കിനും ഒരു 56 മാർക്കിനും ഇടയിലുള്ള കട്ട് ഓഫ് ആണ്. 50-നും 56-നും ഇടയിൽ നിൽക്കുന്ന ഒരു കട്ട് ഓഫ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല നേരത്തെ 56-ന് മേലിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്താ ഒരു ഡിലീഷൻ വന്നുകൊണ്ട് എന്ത് ചെയ്യും, ഒരു 50-56-ന് ഇടയിൽ നിൽക്കുന്ന ഒരു കട്ട് ഓഫ് മാർക്കായിരിക്കും വരുന്നത്. 50 താഴോട്ട് പോകാനുള്ള സാധ്യതയും ഇല്ല. കാരണം മുമ്പത്തെ കാലത്ത് എന്താ മത്സരം അത്യാവശ്യം പല ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ പല എന്താ
PSC ആസ്പിറൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. PSC നന്നായിട്ട്, അതായത് മുമ്പത്തെക്കാളൊക്കെ നന്നായിട്ട് ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്താ കഴിഞ്ഞ വർഷത്തെക്കാളും എന്താ മത്സരം കൂടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അപേക്ഷകരുടെ എണ്ണം, അതോട് പറയാനുണ്ട്, അപേക്ഷകരുടെ എണ്ണം മുമ്പത്തെക്കാളും എന്ത് ചെയ്യും, കുറവായിരുന്നു. പക്ഷെ അത് ഇതിൽ കാര്യമായിട്ട് അതിനെ ബാധിക്കില്ല. കാരണം അപേക്ഷകരുടെ എണ്ണം കുറവ് എന്ന് പറയുമ്പോൾ അത് PSC എന്താ അത്ര സീരിയസ് ആയിട്ട് കാണാത്ത ആൾക്കാരാണ് എന്ത് ചെയ്തത്, കൂടുതലും അയക്കാത്തതും പരീക്ഷ എഴുതാത്തതും. ഓക്കെ, പരീക്ഷ എഴുതാത്തതും പിന്നെന്താ ഈ പോസ്റ്റിലേക്ക് അയക്കാത്തതായിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ PSC അത്ര പ്രാധാന്യത്തോടെ കാണാത്ത, അല്ലെങ്കിൽ ഇത് അതിനു വേണ്ടി മെനക്കെട്ട് പഠിക്കാത്ത ആൾക്കാരാണ്. അപ്പൊ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോ പഠിക്കുന്ന, അതായത് ഈ അയച്ച അല്ലെങ്കിൽ ഇത്രയും ആ ഒരു പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കോമ്പറ്റീഷനൊക്കെ എന്ത് ചെയ്യും, ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു 50-56 ഇടയിൽ ഇരിക്കുന്ന ഒരു കട്ട് ഓഫ് മാർക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോ പിന്നെ ഒരു കാര്യം കൂടെ, ഈ ഒരു മാർക്ക് കട്ട് ഓഫ് എന്ന് പറയുമ്പോഴും ഇതിനൊരു 4-5 മാർക്ക്, ഒരു 60-ന് മേലെ കിട്ടിയ ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യും, ജോലി ഉറപ്പാണ് പ്രതീക്ഷിക്കാം, ഒരു 60 മേലെ. ഓക്കെ, എന്നാൽ ഈ ഒരു റേഞ്ച്, ഒരു 55 റേഞ്ചിലൊക്കെ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ, ഞാൻ പലപ്പോഴും പല വീഡിയോയും പറഞ്ഞതാണ്, 55 റേഞ്ചിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിച്ച് നിൽക്കരുത്. ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു 55 റേഞ്ചിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിച്ച് നിൽക്കരുത്. കാരണം എന്ത് ചെയ്യുക, തുടർന്ന് അടുത്തും എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. കാരണം കഴിഞ്ഞ വർഷത്തെ എന്താ ആ ഒരു നിയമനം വെച്ച് നോക്കുമ്പോൾ എന്താ ഒരു 60 മാർക്കിന് ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഇപ്പം കൂടുതലും എന്ത് ചെയ്തത്, ഓപ്പൺ കാറ്റഗറിക്ക് ഒരു 60 റേഞ്ചിലൊക്കെ എന്താ നിയമനം കെട്ടി നിൽക്കുകയാണ് കേട്ടല്ലോ. അപ്പൊ കട്ട് ഓഫിനെക്കാളും എന്താ ഒരു 5 മാർക്ക് കൂടുതൽ നിൽക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഒരു എന്താ കട്ട് ഓഫിനേക്കാൾ ഒരു 3-4 മാർക്ക് കൂടുതൽ കിട്ടിയാലേ ജോലി കിട്ടും എന്ന് എന്ത് പറ്റുള്ളൂ, നമുക്ക് ഉറപ്പായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, 55 ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കട്ട് ഓഫിന് അടുത്ത മാർക്ക് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റിൽ കിട്ടുമോ കിട്ടൂല എന്ത് ചെയ്യുക, പ്രതീക്ഷ ഇരിക്കേണ്ടി വരും. ഒരുപാട് കാത്തിരുന്നൊക്കെയാണ്, ചിലപ്പോൾ അവസാനം കിട്ടാതെ പോവുകയാണെങ്കിൽ അത്രയും എന്ത് ചെയ്യും, മനപ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യുക, കഴിയുന്നതും എന്ത് ചെയ്യുക, ഈ ഒരു 55 റേഞ്ചിലൊക്കെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുക, അടുത്ത ഇനിയുള്ള പരീക്ഷകൾക്ക് എന്ത് ചെയ്യുക വേണ്ടി കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക കേട്ടല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ പറയാൻ. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോ കാണാം. പിന്നെ വീഡിയോ കാണുന്നതിൽ എല്ലാവരും എന്ത് ചെയ്യാം, മാക്സിമം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ മാക്സിമം ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, Learn4PS എന്ന ടെലഗ്രാം ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് മാക്സിമം ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.